ഹലോ ഗായ്സ്, ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ മൂന്നാമത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയിരിക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള ഈസ്റ്റ് ഫോർട്ടിലെ സ്മാർട്ട് ബസാറിലാണ്, റിലയൻസിൻ്റെ സ്മാർട്ട് ബസാറിലാണ്. അപ്പോൾ അവിടുത്തെ ബാക്ക് ടു സ്കൂൾ എക്സ്പ്ലോർ ചെയ്യാമെന്നും പറഞ്ഞാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ എനിക്ക് തോന്നിയത് കളക്ഷൻസ് ഇപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അന്ന് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് വാങ്ങിച്ച് തീർത്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പോൾ അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സെറ്റ് പെട്ടികൾ അവിടെ കൊണ്ട് നിരത്തിയിട്ടുണ്ട്. കാരണം അടുത്ത സെറ്റ് അവർ അറേഞ്ച് ചെയ്യാൻ പോവുമായിരിക്കും. ഇതാ ഈ ബോക്സൊക്കെ കണ്ടോ, അവിടെ 99 റുപ്പീസ് മാത്രമേ ഉള്ളൂ ഈ പൗച്ചിന് കേട്ടോ. ബോക്സല്ല, പൗച്ചാണ് കേട്ടോ. നല്ല അടിപൊളി പൗച്ച്, ജസ്റ്റ് 99 റുപ്പീസ് മാത്രമേ ഞാൻ അവിടെ കണ്ടുള്ളൂ, അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെനിക്ക് അഫോർഡബിൾ ആണെന്ന് തോന്നി. അത് മാത്രമല്ല, അവിടെ ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഉള്ളത് നല്ല ഓഫിലൊക്കെയാണ് കിടക്കുന്നത്. അവരുടെ തന്നെ സ്പെഷ്യൽ പ്രൈസിലും കിടപ്പുണ്ട്. ഈ ബാഗ് കണ്ടോ, ഈ ബാഗ് ജസ്റ്റ് 199 റുപ്പീസ് മാത്രമേ ഉള്ളൂ ഈ ബാഗിന്. ഈ ബാഗൊക്കെ നോർമൽ നമുക്കിപ്പോൾ ട്യൂഷൻ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ക്ലാസ്സിനൊക്കെ പോകുന്ന കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബാഗാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. ക്വാളിറ്റി ഞാൻ നോക്കി, നല്ല ക്വാളിറ്റിയാണെന്ന് എനിക്ക് തോന്നി. ഞാനിപ്പോൾ അത് തുറന്ന് കാണിക്കുന്നുണ്ട്. ഏകദേശം 1, 2, 3 സിബ്ബോളം എന്തോ ഉണ്ട് അതിനകത്ത്. 3 സിബും പിന്നെ അതുപോലെ തന്നെ 3 സിബ്ബോ 4 സിബ്ബോ ഉണ്ട്. 3 സിബ്ബ്, ഓക്കെ. 3 സിബ്ബാണുള്ളത്. ഫ്രണ്ടിൽ 2ഉം ബാക്കിൽ ഒറ്റ അറയും. അത് 199 നല്ല ലാഭമാണെന്ന് എനിക്ക് തോന്നി, അഫോർഡബിൾ ആണ്. പിന്നെ ഇതൊക്കെ ലഞ്ച് കിറ്റുകളാണ്. ഇതൊക്കെ 499 റേഞ്ചിൽ നല്ല ക്വാളിറ്റിയിലുള്ളതാണ്. ഈ കാണുന്ന സ്റ്റേഷനറി ഐറ്റംസിന് എല്ലാം 14% ഓഫ് ഉണ്ട് കേട്ടോ. 14ഉം പിന്നെ എക്സ്ട്രാ 50% ഓഫിൻ്റെ ഒക്കെ ഉണ്ട്. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അത് അവിടെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ചോദിച്ച് തന്നെ എടുക്കുക. എല്ലാ സ്റ്റേഷനറി ഐറ്റംസിനും നല്ല ഓഫറുണ്ട്. അതുപോലെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് കളക്ഷൻസ് ഉള്ളതായിട്ട് തോന്നി കേട്ടോ. ഇതാ ഈ കാണുന്ന ലഞ്ച് ബോക്സിനൊക്കെ ജസ്റ്റ് 79 റുപ്പീസ് മാത്രമേ ഉള്ളൂ. റിലയൻസിൻ്റെ സ്പെഷ്യൽ പ്രൈസാണ്. നമ്മളവിടെ കയറുമ്പോൾ തന്നെ സ്പെഷ്യൽ പ്രൈസ് 49 ഏതെടുത്താലും 49 റുപ്പീസ്, ഏതെടുത്താലും 99 റുപ്പീസ് എന്നും പറഞ്ഞ് ഒരുപാട് സാധനങ്ങൾ അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കിച്ചൺ ഐറ്റംസ് ഉണ്ട്, അല്ലാത്ത കാര്യങ്ങളുണ്ട്. അതെല്ലാം എനിക്ക് നല്ലതായിട്ട് അഫോർഡബിൾ ആണെന്ന് തോന്നി. പിന്നെ അതായത് ഗ്ലിറ്റർ പേപ്പർ, നമ്മൾ എവിടെ പോയാലും നല്ല റേറ്റിന് വാങ്ങിക്കുന്ന സാധനമാണ് ഗ്ലിറ്റർ പേപ്പർ. ഇതിവിടെ ജസ്റ്റ് 99 റുപ്പീസ് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും 150, 160 ആ റേഞ്ചിലൊക്കെയാണ് ഗ്ലിറ്റർ പേപ്പർ കിട്ടുന്നത്. ഇതിവിടെ 99 റുപ്പീസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പെൻസിലിനൊക്കെ നല്ല അഫോർഡബിൾ റേറ്റാണ്. ഈ ഇപ്പോൾ കളേഴ്സ് 14% ഓഫ് ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, അതിൽ ചെറിയ എന്തോ കളേഴ്സൊക്കെ എടുക്കുമ്പോൾ അതിലും അതുപോലെ ഓഫർ വരുന്നുണ്ട്. പിന്നെ ബോക്സുകളൊക്കെ സാധാ നോർമൽ ബോക്സുകളെല്ലാം 99 റുപ്പീസായിരുന്നു. ഇതൊക്കെ ഒരുവിധം നല്ല ക്വാളിറ്റിയിലുള്ള ബോക്സുകൾ തന്നെയാണ്. ഇതൊക്കെ 99 റുപ്പീസായിരുന്നു. ബോക്സിൻ്റെ കളക്ഷൻസൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഒരുപാടുണ്ടായിരുന്നു ഇവിടെ, ശരിക്കുണ്ടായിരുന്നു. അവരടുത്ത ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ, അവർ ഒരുപാട് പെട്ടിയിൽ സാധനങ്ങൾ ഞാൻ ചെന്നപ്പോൾ അവിടെ കൊണ്ട് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി സ്കൂൾ തുറക്കുന്ന അടുപ്പിച്ച് ഒരുപാട് കളക്ഷൻസ് വീണ്ടും അവിടെ വരും. ഇവിടെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസ്. ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നതാണ് ആ സെറ്റ്. ഇതുപോലത്തെ ഡിവൈഡർ, കോമ്പസ്, പ്രൊട്രാക്ടർ, ഇതുപോലുള്ള സാധനങ്ങൾ വരുന്നതെല്ലാം 69 റുപ്പീസേ ഉള്ളൂ. നല്ല ക്വാളിറ്റിയിലുള്ള സാധനം കേട്ടോ. പെൻസിൽ ഉൾപ്പെടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റേപ്ലർ പിന്ന് ജസ്റ്റ് 19 റുപ്പീസ് മാത്രമേ ഉള്ളൂ. 2 സെറ്റ് സ്റ്റേപ്ലർ പിന്നുണ്ട്. പിന്നെ ഫ്ലെയറിൻ്റെ തന്നെ ബോൾ പെന്നിന് 99 റുപ്പീസ് മാത്രമേ ഉള്ളൂ. 125 റുപ്പീസ് റേറ്റ് വരുന്നതിന് 99 റുപ്പീസ് മാത്രമേ ഉള്ളൂ. പ്ലെയറിൻ്റെ തന്നെ വേറൊരു സെറ്റ് പെന്നിന് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഓഫറുണ്ട്. അതുപോലെ ഇതുപോലൊരു കിറ്റ്, നമ്മളൊരു അതിൽ പെന്നുണ്ട്, അതുപോലെ തന്നെ മാർക്കറുണ്ട്, സ്കെയിൽ പെൻസിൽ എല്ലാം ഉണ്ട്. അതെല്ലാം ചെയ്യുന്ന കിറ്റിന് 89 റുപ്പീസ് സംതിങ്ങേ ഉള്ളൂ. പിന്നെ ബാക്കി എല്ലാത്തിനും ഇതുപോലെ 7% ഓഫ്, 17% ഓഫ്, 50% ഓഫ്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടെങ്കിൽ നമ്മുടെ ഈസ്റ്റ് ഫോർട്ട് ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്താണ് ഈ സ്മാർട്ട് ബസാർ ഉള്ളത്. അവിടെ പോയി വാങ്ങിക്കുക. അതുപോലെ കുറേ അധികം സാധനങ്ങൾ ഞാൻ നല്ല ഓഫറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ജോമെട്രി സെറ്റ് കേട്ടോ, അതിൽ കോമ്പസ് ഡിവൈഡറൊന്നുമില്ല. ബാക്കിയുള്ള സെറ്റിന് 74 സംതിങ് റേറ്റ് ആവുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഈ വലിയ ബോട്ടിലാണ് കേട്ടോ, ഇത് ചെറിയ ബോട്ടിലല്ല, വലിയ ബോട്ടിലിൻ്റെ ഈ ഒരു ഗമ്മിന്, ഫെവിക്കോളിന് ഇതിൽ വരുന്നത് റേറ്റ് 14% ഓഫിലാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം അത് ലാഭമാണെന്ന് തോന്നി.
നല്ല ലാഭമാണ് കേട്ടോ. അത് അവിടെ നിന്ന് എടുക്കുന്ന ലാഭമായിരിക്കും. കാരണം ബാക്കിയുള്ളിടത്തൊക്കെ 1-2 രൂപ 5 രൂപയൊക്കെ കുറയത്തുള്ളൂ. പക്ഷെ അവിടെ അത്രയും റേറ്റ് കുറച്ചാണ് ഇട്ടേക്കുന്നത്. പിന്നെ ബുക്സിൻ്റെ കളക്ഷൻസ് കുറവാണ് കേട്ടോ. കുറച്ച് നല്ല രീതിയിലുള്ള ബുക്സ് മാത്രമേ ഉള്ളൂ, ഒരുപാടില്ല. പിന്നെ ദാ ഈ ഒരു സംഭവം ഡയറീസൊക്കെ 50% ഓഫിലാണ് നടക്കുന്നത്. ഡയറീസ് ഏതെടുത്താലും പിന്നെ ഉള്ള ബുക്സൊക്കെ കുറച്ച് നല്ല നല്ല ലാഭത്തിന് തന്നെയാണ് കിടക്കുന്നത്. ഒരുപാട് നോട്ട് ബുക്സിൻ്റെ കളക്ഷൻസ് അവിടെ ഇല്ല, അത് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. പിന്നെ ഉള്ളത് ഇതായി ജസ്റ്റ് അതൊരു ഇപ്പോൾ ബർത്ത്ഡേ ഐറ്റംസ് കണ്ടു. അതും ഇതുപോലെ 17% ഓഫിനും 39 റുപ്പീസിനും 49 റുപ്പീസിനൊക്കെ കിടക്കുന്നത് കണ്ടു. അപ്പോൾ അത് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ കൊള്ളാം കേട്ടോ. നമ്മൾ ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ടൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ കിടപ്പുണ്ട്. സെറ്റ് ഫുള്ളായിട്ട് 79 റുപ്പീസേ ഉള്ളൂ. പിന്നെ ഈ കാണുന്ന പൗച്ച് ലഞ്ച് കിറ്റൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല റേറ്റുള്ള ലഞ്ച് കിറ്റാണ് കേട്ടോ. പിന്നെ ബാഗ്സ് എല്ലാം കളക്ഷൻസ് തീർന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കളക്ഷൻസ് മാത്രമേ ഉള്ളൂ. അവർ പറഞ്ഞു ഇനി അവർ അടുത്ത സെറ്റ് വയ്ക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇതൊക്കെ 799 റേറ്റിലുള്ള ബാഗാണ് കേട്ടോ. അത് നല്ലൊരു ഓപ്ഷനാണ് ബാഗ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു 799 റുപ്പീസിന്. പിന്നെ ലൈറ്റ് കളർ ആയതുകൊണ്ട് ലൈറ്റ് കുറച്ച് വലിയ കുട്ടികളത് യൂസ് ചെയ്യുക, അത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കിടക്കുന്ന എല്ലാം സ്കൈ ബാഗ്സിൻ്റെയും അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെയും ബാഗുകളാണ്. അതിനെല്ലാത്തിനും 50% ഓഫുണ്ട്. അത് പകുതി പൈസയ്ക്കാണ് കിട്ടുന്നത്. അതുപോലെ ബാഗ്സിൻ്റെ ഞാൻ സാധാ കളക്ഷൻ ഇതൊക്കെ 1200 റേഞ്ചിലാണ് കിടക്കുന്നത്. സ്കൈ ബാഗിൻ്റെയാണ്. അതൊക്കെ ഏകദേശം നല്ല ഓഫറിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ വലിയ ആൾക്കാർക്കുള്ള ബാഗ്സ് കുറച്ചധികം കളക്ഷൻസ് ഉണ്ട്. പക്ഷേ കുഞ്ഞു കുട്ടികളുടെ കളക്ഷൻസ് ഒരുപാട് തീർന്നു. കാരണം അത്രയും റേറ്റ് കുറവിൽ അവിടെ ഉണ്ടായിരുന്നു. 399 ഒരുപാട് നല്ല ബാഗ്സ്, ക്വാളിറ്റിയിലുള്ള ബാഗ്സ് ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അന്ന് ഞാൻ അവിടെ ഈ 399 499 നല്ല അടിപൊളി ബാഗുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം തീർന്നു കേട്ടോ. ഇപ്പം ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം എല്ലാ സാധനങ്ങളും അവിടെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നല്ലതായിരുന്നു. പിന്നെ അതാ ഈ ഒരു ബാഗ് ഉണ്ട്. ഇതൊക്കെ കൊച്ചു കുട്ടികളുടെ ബാഗ്സാണ്. 649 റേഞ്ചിലാണ് കിടക്കുന്നത്. ഇത് 1ാം ക്ലാസ്സിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗ് കളക്ഷൻസ് ആണ് കേട്ടോ. ഒരുപാട് നല്ല കളക്ഷൻസ് തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നതും ഇപ്പോൾ തൽക്കാലം കുറച്ചിരിക്കുന്നത്. അതും നല്ല കളക്ഷൻ തന്നെയാണ് അവിടെ കിടക്കുന്നത്. പിന്നെ ഞാൻ കുറച്ചധികം ബാഗ്സ് കളക്ഷൻസ് കാണിക്കുന്നുണ്ട്. എല്ലാം 649 റേഞ്ചിൽ തന്നെയാണ്. പിന്നെ ഇത് കുറച്ച് നേരത്തെ കണ്ട 200ൻ്റെ വേറെ മോഡൽസാണ് കേട്ടോ. ഒരുപാട് കളക്ഷൻസ്, വെറൈറ്റി ഓഫ് കളക്ഷൻസ് കിടപ്പുണ്ട്. 399ൻ്റെ ബാഗാണിത്. ഇതൊരു LKG UKG കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ബാഗാണ് കേട്ടോ. 399 കിടക്കുന്ന 499 റേഞ്ചിലൊക്കെ. പക്ഷേ ഞാൻ പറയാം, ക്വാളിറ്റി കിടക്കുന്ന അത്രയും സാധനങ്ങളുടെ ക്വാളിറ്റി ഒരുപാട് നല്ലതാണ്. അത് തീരെ ലോ ക്വാളിറ്റി ആണെന്ന് എനിക്ക് തോന്നിയില്ല. ഉള്ളത് നല്ല ക്വാളിറ്റിയിലുള്ള സാധനം തന്നെയാണ് സ്മാർട്ട് ബസാറിൽ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പോവുക, സ്മാർട്ട് ബസാറിൽ പോയി വാങ്ങിക്കാൻ നോക്കുക. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഉള്ള ആൾക്കാർ മാക്സിമം അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക. കാരണം നമുക്ക് നല്ല നല്ല സാധനങ്ങൾ, ഞാൻ പറഞ്ഞ കോമ്പസ് ഡിവൈഡർ അതുപോലെയുള്ള സാധനങ്ങൾ, സ്റ്റേപ്ലർ പിൻ, അങ്ങനത്തെ സ്റ്റേഷനറി ഐറ്റംസൊക്കെ നമുക്ക് വെളിയിൽ ഈ ഒരു റേഞ്ചിൽ കിട്ടത്തില്ല. ഇവിടെ കിടക്കുന്നത് നല്ല ക്വാളിറ്റിയിലാണ്. അത് നല്ലൊരു റേറ്റിന് നമുക്ക് 69 49 ആ റേഞ്ചിൽ നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. സ്റ്റേപ്ലർ പിന്നൊക്കെ 19 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ നല്ലതാണെന്ന് എനിക്ക് തോന്നി. ബാഗ്സിൻ്റെ ഈ ഒരു ബാഗ് 2000 റേഞ്ചിൻ്റെ ബാഗാണ്. അതിനൊക്കെ 60% ഓഫ് വരുന്നുണ്ട്. ഓഫറിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ 2000 ആണ് അതിലിട്ട് എഴുതിയിരിക്കുന്നത്. അതിന് വേറൊരു ബാഗിനും ആ റേഞ്ചാണ്. 60% ഓഫ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ 60% ഓഫ് കാണിച്ചിരിക്കുന്നതിനൊക്കെ ആ ഒരു ഓഫ് അവർ തരുന്നുണ്ട്. പിന്നെ ഒരുപാട് ഇത് കുറച്ചും കൂടെ വലിയ കുട്ടികൾക്ക് 4th സ്റ്റാൻഡേർഡ് 6th സ്റ്റാൻഡേർഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ബാഗ് കളക്ഷൻസാണ് പിന്നെ ഇവിടെ കിടക്കുന്നത്. അതെല്ലാം അതിൽ ചിലതിന് 60% ഓഫിൻ്റെ ടാഗ് കൊടുത്തിട്ടുണ്ട്. ചിലത് ഡയറക്റ്റ് അവർ റേറ്റ് കൊടുത്തിട്ടുണ്ട്. 699 499 599 അങ്ങനെ പല റേറ്റിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാഗുകൾ. ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ല, നല്ല ക്വാളിറ്റി തന്നെയാണ്. ഞാൻ പോയി കണ്ടതാണ്. അപ്പോൾ ഇവിടെ പോകുമ്പോൾ നമുക്ക് സ്കൂൾ ഐറ്റംസ് മാത്രമല്ല, കിച്ചൺ ഐറ്റംസും ഡ്രസ്സും കോസ്റ്റ്യൂംസും ഒക്കെ നല്ല റേറ്റിലാണ് കിടക്കുന്നത്. ഡ്രസ് കളക്ഷൻസൊക്കെ എനിക്ക് ചുരിദാർ ഐറ്റംസൊക്കെ ആയിക്കഴിഞ്ഞാൽ പോലും അതൊക്കെ 199 200 റേഞ്ചിൽ നല്ല അടിപൊളി കുർത്തി ടോപ്പ് സെറ്റൊക്കെ കിടപ്പുണ്ട് കേട്ടോ. നല്ല അഫോർഡബിൾ റേറ്റിലാണ് കിടക്കുന്നത്. അതൊക്കെ നല്ല ക്വാളിറ്റിയിലുമാണുള്ളത്.
പിന്നെ ഈ ബാഗ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. എനിക്ക് ആ ബാഗ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അതാണ്. പിന്നെ ഇതൊക്കെ അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ ബാഗുകളാണ്. ഇതിനും ഓഫറുണ്ട്. അത് എത്ര പെർസെൻറ്റേജ് ആണ് ഓഫ് എന്ന് എനിക്കറിയത്തില്ല. അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ നല്ല കളക്ഷൻസ് ബാഗ്. അമേരിക്കൻ ടൂറിസ്റ്റും പിന്നെ ജെനിയുടെ ഒക്കെ ബാഗിന് ഓൾറെഡി ക്വാളിറ്റി നല്ല രീതിയിലുണ്ടല്ലോ, പ്രത്യേകിച്ച് അമേരിക്കൻ ടൂറിസ്റ്റ്. നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കുട്ടികൾക്ക് ഒരു 2-3 വർഷമൊക്കെ നമുക്ക് നല്ല രീതിയിൽ സൂക്ഷിക്കണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗ് തന്നെയാണ് അമേരിക്കൻ ടൂറിസ്റ്റ്. അപ്പോൾ അവിടുത്തെ ബാഗ്സ് കളക്ഷൻസാണ് ഈ കാണുന്നത്. തീരെ ഇല്ലെന്നല്ല, ഉണ്ട്. ഇത് സ്കൈ ബാഗ്സിൻ്റെയും കൂടുതലും സ്കൈ ബാഗ്സ്, പിന്നെ അതുപോലെ അമേരിക്കൻ ടൂറിസ്റ്റ്. ജെനിയുടെ ബാഗ് ഞാൻ അവിടെ കണ്ടില്ല കേട്ടോ. ജെനിയുടെ ബാഗിൻ്റെ കളക്ഷൻസ് അവിടെ ഇല്ലായിരുന്നു. കൂടുതലുള്ളത് ഈ അമേരിക്കൻ ടൂറിസ്റ്റും സ്കൈ ബാഗുമാണ്. പിന്നെ ഈ ഒരു സെറ്റാണ് ഇവിടെ കാണുന്ന, ഇവിടെ കിടക്കുന്ന എല്ലാം 99 റേഞ്ചിലുള്ള സാധനങ്ങളാണ് കേട്ടോ. ഏതെടുത്താലും 99 ആണ്. ഒരുപാട് സാധനങ്ങൾ ഷഫിൾ ചെയ്തിട്ടിട്ടുണ്ട്. ബോക്സ്, ബോട്ടിൽ, പിന്നെ ചിലതൊക്കെ 49 റേഞ്ചിലും അതിനകത്ത് കിടപ്പുണ്ട്. 49 റേഞ്ചിൽ ബോട്ടിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മഗ്, അങ്ങനെ എന്തൊക്കെ സാധനങ്ങളുണ്ടോ ഒരുപാട് വെറൈറ്റി ഓഫ് ഐറ്റംസ് അവരങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് 99 റുപ്പീസ്. പിന്നെ സ്റ്റീൽ ബോക്സ് സ്റ്റീൽ വാട്ടർ ബോട്ടിലൊക്കെ 249 റേഞ്ചിലാണ്. ബോട്ടിൽസിൻ്റെ കളക്ഷൻസും കുറച്ച് കുറവായിരുന്നു, ഒരുപാടില്ലായിരുന്നു, കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു തീർന്നു പോയതായിരിക്കാം. പിന്നെ സ്റ്റീൽ ബോട്ടിൽ നോർമൽ സൈസിലുള്ളത് 199 ആയിരുന്നു, 200 ആണ്. പിന്നെ ഈ ഒരു ബോട്ടിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. 299 ആയിരുന്നു റേഞ്ച്. നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ബോട്ടിലായിരുന്നു. അതിൻ്റെയും കളക്ഷൻസ് കുറച്ചേ ഉള്ളൂ, പക്ഷേ ഉള്ള കളക്ഷൻസ് നല്ല അഫോർഡബിൾ റേറ്റിലുമാണ്. 598 സംതിങ് റേഞ്ചിലുള്ള ബോട്ടിലാണ്. അത് 299 റേഞ്ചിലാണ് അവർ ഇട്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തായാലും അതിൽ നിന്ന് ഒരെണ്ണം എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല. ഇനി പോകുമ്പോൾ കാണുകയാണെങ്കിൽ ഞാൻ ഉറപ്പായും അതിൽ നിന്നൊരു ബോട്ടിൽ എടുക്കും. കാരണം ഇത് നല്ലൊരു ക്വാളിറ്റിയിലുള്ള ബോട്ടിലായിട്ട് എനിക്ക് തോന്നി. ബാക്കിയുള്ള എവിടെയും കണ്ടതിനേക്കാളും നല്ല ക്വാളിറ്റി സ്റ്റീൽ ബോട്ടിലാണ്. അതിൻ്റെ ആ പ്രിൻറ്റിൻ്റെ ക്വാളിറ്റിയും അങ്ങനെ ഇളവി പോകുന്ന പ്രിൻ്റല്ല, നല്ല പ്രിൻ്റാണെന്ന് എനിക്ക് തോന്നി. എന്തായാലും ഇത് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് വാട്ടർ ബോട്ടിൽ. പിന്നെയുള്ളത് ഒരുപാട് വേറെയും കളക്ഷൻസ് ഓഫ് വാട്ടർ ബോട്ടിലുണ്ട്, പക്ഷെ അതെല്ലാം 49 പല റേഞ്ചിനുണ്ട് കേട്ടോ, ചെറിയ റേഞ്ചിലുള്ളതും ഉണ്ട്. പിന്നെ ഉള്ളത് ലഞ്ച് കിറ്റാണ്. ലഞ്ച് കിറ്റൊക്കെ 499 റേഞ്ചിലാണ്. ഇതൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ള ലഞ്ച് ബോക്സാണ് കേട്ടോ. ലഞ്ച് ബോക്സിൻ്റെ റേറ്റ് എല്ലായിടവും നമുക്കറിയാം. ഈ ഒരു ടൈപ്പ് ബോക്സിനൊക്കെ 799 ആ റേഞ്ചിലൊക്കെയാണ് ഞാൻ പലയിടത്തും കണ്ടത്. ഇപ്പോൾ എക്സ്പോ പിന്നെ നമുക്കറിയാമല്ലോ നല്ല ക്വാളിറ്റിയിലുള്ള സാധനമാണ്. പക്ഷേ ഇവിടെ അതിനൊക്കെ അഫോർഡബിൾ റേഞ്ചാണ് കിടക്കുന്നത്. അതുപോലെ 199 സ്റ്റീൽ ബോക്സുകളുണ്ട്, ലഞ്ച് ബോക്സുകളുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം വേറെ വന്നിട്ട് താഴെ വേറെയാണ് വരുന്നത്. താഴെ സ്റ്റീലായിരിക്കും വരുന്നത്. ഒരു കണക്കിന് നല്ല ലഞ്ച് ബോക്സ് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നതും. അതും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസിൽ നല്ല ക്വാളിറ്റിയിലുള്ള അഫോർഡബിൾ റേറ്റിലുള്ള ലഞ്ച് ബോക്സുകളായിരുന്നു ഞാൻ കണ്ടത്. അപ്പം നിങ്ങൾ എന്തൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു? എല്ലാവരും ഏകദേശമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു കാണും അല്ലേ, ലഞ്ച് ബോക്സും അങ്ങനെയുള്ള സാധനങ്ങൾ. ഈ കാണുന്ന ലഞ്ച് ബോക്സ് 349 റേഞ്ചേ ഉള്ളൂ. 3 അറയൊക്കെ ഉള്ള ലഞ്ച് ബോക്സാണ് കേട്ടോ. അത് നമുക്ക് അകത്തു നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാനൊക്കെ പറ്റുന്ന ടൈപ്പാണ്. അത് 349 ലാഭമാണെന്ന് തോന്നി. പിന്നെ 199 സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സാണ് നിങ്ങളാ കണ്ടത്. പിന്നെ പ്ലാസ്റ്റിക് ലഞ്ച് ബോക്സുകളുണ്ട്. അത് പല കുറഞ്ഞ റേറ്റിനുണ്ട്, കൂടിയ റേറ്റിനുണ്ട്. പല ടൈപ്പ് പ്ലാസ്റ്റിക് ലഞ്ച് ബോക്സ് ഉണ്ട്. ഈ ടൈപ്പ് തൊട്ടടുത്ത് കറി വെക്കാനുള്ള ഓപ്ഷനും അല്ലാതെ വെക്കാനുള്ള ഓപ്ഷനായിട്ടുള്ള 119 റേഞ്ചിലുള്ളതാണ്. പിന്നെ 79 ലഞ്ച് ബോക്സ് ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെയും കിടപ്പുണ്ട്. ഒരുപാട് കളക്ഷൻസ് കിടപ്പുണ്ട്. ഇതൊക്കെ സ്നാക്സൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കൊക്കെ യൂസ് ചെയ്യാം. നല്ല ക്വാളിറ്റിയിലുള്ള പ്ലാസ്റ്റിക് തന്നെയാണ്. പക്ഷേ സ്റ്റീലാണ് കുറച്ചും കൂടെ നല്ലത് കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഈ പ്ലാസ്റ്റിക് ചൂടൊക്കെ കൊടുത്ത് വിടുന്നത് ഒരു കണക്കിന് നല്ലത്. എന്തായിരുന്നാലും നമ്മൾ ഈ പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ നല്ല ക്വാളിറ്റിയിലുള്ള പ്ലാസ്റ്റിക് ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ലഞ്ച് ബോക്സിന് 399 റേഞ്ചേ ഉള്ളൂ. കുറച്ച് നേരത്തെ ഇതിൻ്റെ തന്നെ 499 ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 399 ആണ്. ഇത് ലാഭമാണ് കേട്ടോ. ആ കിടക്കുന്ന സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ് ഒരുപാട് നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ്, നല്ല റേറ്റ് തന്നെയാണ് കിടക്കുന്നത്. പിന്നെ കുറച്ചധികം 299 ഒക്കെ വേറെയും കുറേ ബോട്ടിൽ സെക്ഷൻസ് കിടപ്പുണ്ടായിരുന്നു. 299 കുറച്ച് നേരത്തെ ഞാൻ കാണിച്ചതുപോലത്തെ പ്രിൻ്റല്ല, കുറച്ചും കൂടെ വേറൊരു ടൈപ്പ് പ്രിൻ്റാണ് അതിനുള്ളത്. അതൊക്കെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും തീംസിലൊക്കെ കിടപ്പുണ്ട്. 299 ആണ്. 698 റേഞ്ചിൽ വരുന്ന വാട്ടർ ബോട്ടിലാണ്. ശരിക്കും പെർഫെക്റ്റ് ക്വാളിറ്റിയിലുള്ള
നല്ലൊരു ക്വാളിറ്റിയിലുള്ള വാട്ടർ ബോട്ടിൽസാണ് അവർ 300 റേഞ്ചിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ 300 റേഞ്ചിന് ഇത്രയും നല്ല ക്വാളിറ്റിയിലുള്ള ബോട്ടിൽസൊക്കെ ലാഭമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് എടുക്കാൻ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ കാണിച്ച വാട്ടർ ബോട്ടിൽ എന്തായാലും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ എൻ്റെ റിവ്യൂ കാണിച്ചു തരാം. പിന്നെ കൊച്ചു കുട്ടികൾക്കുള്ളത് 99 റേഞ്ചിലുള്ള വാട്ടർ ബോട്ടിൽ, കഴുത്തിൽ കൂടെ ടാഗ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ ബോട്ടിലുണ്ടല്ലോ, അത് ആ ഒരു സെറ്റാണ് ഈ കാണുന്നത്. അങ്ങനെ ശരിക്കും കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുപാടടുത്ത് ഇപ്പോൾ മൂന്നാമത്തെ വ്ളോഗാണ്, ഒരുപാടടുത്ത് പോയി കണ്ടു. ഇപ്പോൾ എനിക്ക് ഏകദേശം അറിയാം കേട്ടോ എവിടെ നല്ല സാധനം ഉണ്ടെന്നും എവിടെയാണ് നല്ലതല്ലാത്തതുണ്ടെന്നും. ഒരു കടയിൽ നിന്ന് നമ്മൾ ഫുൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ പലതിനും പല റേറ്റാണ് അവരിട്ടേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം ശരിക്കും എവിടെയാണ് ലാഭത്തിന് സാധനം കിടക്കണം. ഒരു കടയിൽ തന്നെ എല്ലാം ലാഭത്തിന് കിട്ടത്തൊന്നുമില്ല. ചിലതിന് ഇവിടെ റേറ്റ് കുറവാണെങ്കിൽ തൊട്ടടുത്ത കടയിൽ അതിനേക്കാളും അതിന് ചിലപ്പോൾ റേറ്റ് കൂടുതലായിരിക്കാം. ചിലപ്പോൾ അതിന് നമ്മൾ വാങ്ങിച്ച സാധനത്തെക്കാളും റേറ്റ് കുറവായിരിക്കാം. പിന്നെ ഈ ഒരു സെറ്റ് 199 ഭയങ്കര ലാഭം കേട്ടോ. ഫുൾ സെറ്റാണ്. അതിനകത്ത് 399 400 റേഞ്ചിലെ സാധനം 200 റേഞ്ച് 50% ഓഫിലാണ് കിടക്കുന്നത്. വാട്ടർ ബോട്ടിലുണ്ട്, ലഞ്ചുണ്ട്, അങ്ങനെ ഒരുപാട് ലഞ്ച് ബോക്സ്, പിന്നെ അതിൻ്റെ കറി കൊണ്ടുപോകുന്ന പാത്രം എല്ലാം കൂടെ ഉണ്ട്. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതൊക്കെ 49 ടവലാണ് കേട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ നെറ്റ് തീർന്നു പോയി, ബാറ്ററി തീർന്നു പോയി. പിന്നെ ഞാനുള്ളതെല്ലാം ഫോട്ടോസ് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണിക്കുന്നത്. 49 149 ആ റേഞ്ചിലുള്ള ഫോട്ടോസാണ്, സാധനങ്ങളുടെ ഫോട്ടോസാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വ്ളോഗെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരാം. ഇനി ഒരു പക്ഷേ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഷോപ്പിംഗ് വ്ളോഗ് ഉണ്ടെങ്കിൽ ഞാൻ ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ച സാധനങ്ങളുടെ അടുത്ത ഒരു ഷോപ്പിംഗ് ഹോളുമായിട്ട് വരാം. പിന്നെ അവിടുത്തെ ഈ ടവൽ 49 റേഞ്ചേ ഉള്ളൂ കേട്ടോ. 49 റേഞ്ചിലുള്ള ടവൽ സെറ്റാണ് ഈ കാണിക്കുന്നത്. അതെനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ റേറ്റ് 99 100 സംതിങ് റേറ്റാണ്. അത് 49 റുപ്പീസിന് 4 സെറ്റ് ടവലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റി. എനിക്ക് അവിടെ കിടക്കുന്ന എല്ലാ സാധനങ്ങളും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞങ്ങൾ ഈ ബോർഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതും നല്ല ക്വാളിറ്റിയാണ്. ഇതിൻ്റെയൊക്കെ ഹോള് ഉടനെ വരുന്നുണ്ട്. ടിൽ ദെൻ ബൈ.